മാൻവി അന്ന് കണ്ടതിനേക്കാൾ ഭയങ്കര സൗന്ദര്യം. വെയിറ്റ് കുറഞ്ഞല്ലോ കണ്ടിട്ട്. ബ്ലാക്ക് ഡ്രസ് ഇട്ടോണ്ടാ. ഒത്തില്ല. അഭിനയം പഠിച്ചോ? അല്ല, ഇന്നത്തെ സീരിയലൊന്നും അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തിനാ കൂടുതൽ അങ്ങനെ വിളിക്കുന്നത്? അല്ല, എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിളിക്കുമ്പോ എല്ലാം ഓം നമഃ ശിവായ പറഞ്ഞോണ്ടിരിക്കുക. ആഞ്ജനേയ സ്വാമി. ഏത് വയലിനാ പിടിച്ചത് അവിടെ? പാലായിലുള്ള ഒരു വയലിൻ. വയലിൻ എത്ര അടി കിട്ടിയിട്ടുണ്ട്? എന്തിനാ സ്റ്റാർ മാജിക്കിന്ന് ഈ അടി കിട്ടുമ്പോൾ നോവാറുണ്ടോ? ഇല്ല, അധികം ഞാൻ നോവാറില്ല. പിന്നെ അങ്ങനെ ചെയ്ത ഓസ്കാർ കിട്ടും. ഞാൻ ലക്ഷ്മി വിളിച്ചിരുന്നു, ഇങ്ങനെ കമന്റ് അയച്ചു കൊടുത്തു. ലക്ഷ്മി പറഞ്ഞു, പറഞ്ഞമാരെല്ലാം പൊട്ടന്മാരാ, ഇടി ഇറക്കിയിട്ട് പിറ്റേ തന്നെ താറെടുക്കാൻ പറ്റുമെന്ന്. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ മിനി സ്ക്രീനിലെ വിശേഷങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നോടൊപ്പം ഉള്ളത്, ഈ നമ്മൾ ചില ആൾക്കാരെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അവരോട് എന്ത് ചോദിച്ചാലും നല്ല നല്ല റിബലായിട്ടുള്ള മറുപടി ആയിരിക്കും കിട്ടുന്നത്. ഈ നമ്മൾ ആടിനൊക്കെ മണി കെട്ടത്തില്ലേ, ആ മണിയും കെട്ടിക്കൊണ്ട് ഒരാൾ എന്നോടൊപ്പം ഉണ്ട്. മണിക്കുട്ടിയല്ല, മിയാൻമി. മാൻകുട്ടി, ഞങ്ങൾ ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണ്ടാണ് ഞാൻ മിയാൻമി എന്ന് വിളിച്ചത്. ആ മണി എവിടെ നോക്കട്ടെ? എവിടെ എവിടെ ഗൈസ്? കില്ല അതാ എടുത്ത്. സുഖാണോ മോളെ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടിരിക്കുന്നു. കണ്ടിട്ട് തോന്നുന്നില്ല സുഖമായിട്ടിരിക്കാന്ന്. വളരെ സുഖമായിട്ട്. ഇത് ബ്ലാക്കും വൈറ്റും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് അല്ല, മര്യാദക്ക് ആൻസർ പറഞ്ഞോ ചോദിക്കുന്നത് കേട്ടല്ലോ. വികൃതി കാണിക്കാൻ പാടില്ല. ആ ഓക്കെ, അടങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കുക, അത്ര അടങ്ങണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എക്സാം എല്ലാം കഴിഞ്ഞു? ഇങ്ങനെ വേണ്ട, കുറച്ചുകൂടെ അളുമ്പാവാം. എല്ലാം കഴിഞ്ഞു. അന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ലൊക്കേഷനിലിരുന്ന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനാഗ്രേഷൻ കഴിഞ്ഞ ആ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന എക്സാം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാം കഴിഞ്ഞു. പാസ്സാണോ? ചെലവ് പാസ്സായി കഴിഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴല്ലേ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലേ പാസ്സാവുന്നത്, അല്ലാതെ ഞാൻ പഠിച്ചോണ്ടല്ല. അല്ല, ഞാൻ പറഞ്ഞോ? അപ്പൊ ഒരാള് നല്ലത് പറഞ്ഞില്ലേ, അപ്പൊ ചെലവ് ഓർക്കണ്ടേ? ഓക്കെ മോളെ, എല്ലാം അങ്ങനെ ഉണ്ട്, നന്നായിട്ട്. എങ്ങനെ ആരെയും വിളിക്കുന്നേ? നമഃ ശിവായ അല്ലേ? ശിവനെ ഭയങ്കര ഇഷ്ടമാണോ? ശിവന്റെ നാളെന്താ? ആയില്യം. അതെ, അങ്ങനെ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ അത്. അപ്പൊ മാൻവിയുടെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ, വിശേഷങ്ങൾ, പേഴ്സണൽ ക്വസ്റ്റ്യനൊന്നും ഇല്ല, ക്വസ്റ്റ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു അനുവിനെക്കാട്ടിലും കൗണ്ടർ അടിക്കുന്ന മാൻവിയാണെന്ന്. വേണ്ട ആണോ? ഞാൻ ഇപ്പൊ കുറെ നാളായി സ്റ്റാർ മാജിക്ക് പോയിട്ട്. അല്ല, ഇപ്പൊ ഇടയ്ക്ക് പോകാറില്ല? ഇല്ല, ഞാൻ കുറെ ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അതിന് മുമ്പുണ്ടല്ലോ. അതിന് മുമ്പുണ്ടായിരുന്നു. ഈ സ്റ്റാർ മാജിക്കിൽ പോകുമ്പോഴേ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴേ മാൻവി അപേക്ഷ പോകുകയാണെങ്കിൽ വീട്ടിലെ ഇളയ കുട്ടിയല്ലേ, അപ്പൊ ആ ഗെയിംസും ആ വീട്ടിലെ ആ ഒരു ഇളയ കുട്ടി എന്നുള്ളൊരു പദവിയൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാം ഒന്നാണോ? വീട്ടിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗെയിംസ്? വീട്ടിലെന്താ ഗെയിംസ് ഉള്ളത്? വീട്ടിലൊരു ഗെയിംസും ഇല്ലേ? വീട്ടിലെന്താ ചെയ്യാന്നേരം? വീട്ടിലൊന്നും ചെയ്യുന്നില്ല. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഉറക്കെ പറ. വീട്ടിലൊന്നും അങ്ങനെ പറ. മാൻവി അന്ന് കണ്ടതിനേക്കാൾ ഭയങ്കര സുന്ദരിയായിട്ട്. മേക്കപ്പ് ഉണ്ടെങ്കിൽ എന്താണ് സൗന്ദര്യം എന്ന് പറയുമ്പോ പറ. ഓം നമഃ ശിവായ പറ. എന്തിനാ കൊടുക്കണം അങ്ങനെ വിളിക്കുന്നത്? അല്ല, എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിളിക്കുമ്പോ എല്ലാം ഓം നമഃ ശിവായ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ താഴെ വന്ന് വിളിച്ചപ്പോ വാഴക്കപ്പം കഴിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന അപ്പഴാ, ചായ കുടിക്കുമ്പോ വിളിക്കുന്നു. പക്ഷെ വെയിറ്റ് കുറഞ്ഞല്ലോ കണ്ടിട്ട്. ബ്ലാക്ക് ഡ്രസ് ഇട്ടോണ്ടാ. ബ്ലാക്ക് ഡ്രസ് ഇട്ടാ വണ്ണം കുറയോ? ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒതുക്കം തോന്നും. അങ്ങനെ തോന്നും. ഓക്കെ, അപ്പൊ അന്നേരം എനിക്ക് അങ്ങനെ തോന്നി. വണ്ണം കുറഞ്ഞിട്ടില്ല. ഇപ്പം നിലവില് നമ്മളിപ്പോ കനൽപ്പൂവാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. കുശുമ്പു അസൂയൊക്കെ കരയുന്ന കഥാപാത്രമാണ്. ഞാൻ കണ്ടായിരുന്നു, നന്മയുള്ള ഒരു കഥാപാത്രം. കുറച്ച് കരയും, കുറച്ച് അതായത് നല്ല ക്യാരക്ടർ. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് ചെയ്തൊരു ക്യാരക്ടർ. ഇതുവരെ ആദ്യം ചെയ്തോണ്ടിരുന്നതൊക്കെ അഭിനയം അല്ലായിരുന്നു, ലൈഫിൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നു, അങ്ങനല്ലേ? അതല്ലേ ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്, അഭിനയിക്കുന്നത്. ഒന്ന് കാണിച്ച ക്യാമറ ഇല്ല, നിങ്ങൾക്ക് തമ്മിൽ ഇടാനല്ലേ? അതിപ്പോ എല്ലാം കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇതിലെ കഥാപാത്രം പറഞ്ഞു. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് മൈഥിലി എന്നാണ്. ഇവര് 4 ആണുങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുള്ള 3ാമത്തെ ആളുടെ വൈഫായിട്ടാണ്. എന്താ കുറച്ച് ഈ ക്യാരക്ടറിന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡൊന്നും ഇല്ല, പോസിറ്റീവ് ക്യാരക്ടർ. കഥാപാത്രത്തിന്റെ പേര് മൈഥിലി. മൈഥിലി എന്ന് പറയുമ്പോ തന്നെ അതിന്റെ മൈഥിലിയുടെ അർത്ഥം അറിയാമോ? മൈഥിലിയുടെ പേരിന്റെ അർത്ഥം അറിയാമോ? എനിക്കറിയില്ല. അത് അറിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് നടക്കുന്നുള്ളൂ. അല്ല, ഷൂട്ടുണ്ട്. അല്ല, മൈഥിലിയുടെ അർത്ഥം അറിയത്തില്ല? എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു പേര് ഇട്ടിട്ട് മൈഥിലിയുടെ അർത്ഥം അറിയത്തില്ലെങ്കിൽ അത് മോശമാണ്. പറയട്ടെ, മൈഥിലിയുടെ അർത്ഥം പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെലവ് വരൂ. ചേട്ടന് പറയണമെങ്കിൽ പറയാം, എനിക്കും അറിയില്ല.
പോണിച്ച്. ഇതിന്റെ ഡയറക്ടറിന്റെ പേരെന്താ? അഭി. ഏ? അഭി. പ്രൊഡ്യൂസർ ബൈജു ദേവരാജ്. ബൈജു ദേവരാജ്. അപ്പം ഇതിനകത്ത് കോ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്, അതായത് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആരാ കൂടുതൽ? ദാവീദ്. എല്ലാം പറയണല്ലോ. ഇന്നത്തെ എംബോസിഷൻ പോലെ ഇങ്ങനെ പേര് കഥാപാത്രത്തിന്റെ മൈഥിലി. അതല്ല നിന്റെ അല്ലെന്ന് എത്ര വട്ടം മൈഥിലി പറയുന്നത്? പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് പറയാന്ന് പറഞ്ഞാൽ എന്റെ കഥാപാത്രത്തിന്റെ പേരല്ലേ? ദാവൂദിന്റെ കഥാപാത്രത്തിന്റെ പേര് പറ. ഹസ്ബൻഡ്. അയ്യോ ബ്ലാങ്ക് ആയി പോയല്ല കർത്താവേ. ഇതാണ് ഞാൻ പറയുന്നത്, ചില ക്വസ്റ്റ്യൻ കറക്റ്റ് അസ്ഥാനത്ത് ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത്. പേര് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് അവിടെ ദണ്ഡിക്കാനും പാടില്ല. ഇപ്പൊ ഞാൻ വിളിക്കും. ഇല്ല എനിക്ക് അറിയാലോ. പറഞ്ഞ ആ കുട്ടി ആ ക്യാരക്ടർ എന്താ വിളിക്കുന്നത്? ചേട്ടാന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. അല്ല ഞാൻ പേര് കൂടിയാ വിളിക്കണേ. എന്താന്ന് പറ. അതില് മറന്നുപോയത്. ഇത്തിരി മുമ്പേ കൂടെ അഭിനയിച്ചേ ഉള്ളൂ. ഓം നമ ശിവായ. ഓം നമ ശിവായ. പേരാലോചിക്കൂ. അജയൻ. അജയൻ. ഉറപ്പാണ്? ചോദിച്ചു നോക്കട്ടെ അജയനാണോ? അജയനാ. ഈ ഇപ്പം എത്ര എപ്പിസോഡ്സ് ഇപ്പം 700 കഴിഞ്ഞു അറിയാം. മാൻവി എത്ര എപ്പിസോഡ് അതിനകത്ത് വന്നിട്ട്? എപ്പിസോഡ് വൈസ് നമ്പർ എനിക്കറിയില്ല. 1 വർഷമായി. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 350 കൂട്ടാം. ഇപ്പൊ 2 വർഷമായില്ലേ ടോട്ടലി വന്നിട്ട്? സീരിയൽ 2 വർഷമായി. 2 വർഷം വന്നു. അപ്പൊ ഈ 1 വർഷത്തെ ജേണിയിൽ എന്തൊക്കെ കുറച്ചും കൂടെ അഭിനയം പഠിച്ചോ? പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഡെയിലി സീരിയലൊന്നും അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? മുന്നത്തെ സീരിയലിൽ ഞാൻ കുറച്ച് പഠിച്ചു, ഇവിടുന്ന് ഞാൻ കുറച്ച് പഠിക്കുന്നു. എല്ലായിടത്തും ഇനി അടുത്തൊരു സീരിയൽ ചെയ്യുമ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് പഠിക്കും. അങ്ങനെ പഠിച്ചെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരിക്കൽ വരുന്നുണ്ട് ഇല്ലയോ? അതായിരിക്കും പറയാൻ വന്നത്. ഞാൻ മാൻവി ആദ്യം നേരെ പോയി കണ്ടപ്പോ തന്നെ ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓടി വന്നിട്ട് എന്റെ ഈ വിരല് പിടിച്ച് ഒടിക്കുകയാണ് ചെയ്തത്. എന്റെ പിടിച്ച് ഒടിച്ചിട്ട് ചോദിച്ചു എന്താ മനുഷ്യ ഇവിടെ എന്ന് ചോദിച്ചു. ആദ്യമാണ് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. ആ ഒരു സ്നേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കല്യാണം ഉടനെ ഉണ്ടോ? ഇല്ല. ഈ ഐശ്വര്യയുടെ കല്യാണത്തിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത് മൊബൈലിന്റെ പൗച്ച. എന്താ പറയാ? അതാ ഞാൻ വെയിറ്റ് ചെയ്തത് എന്താന്ന് അറിയണമല്ലോ. ഒരു ഗ്രീൻ. അതെ അതെ, അത് ഭയങ്കരമായിട്ട് തമ്പൊക്കെ കൊടുത്തു. മാൻവിയുടെ മൊബൈലിന്റെ പൗച്ച് കണ്ടോ? പച്ച തവള. അത് ഞാൻ ആക്ച്വലി നോക്കി മേടിച്ചതാണ്. ഞാൻ മുമ്പ് ഒരു കൊറിയൻ സീരീസ് കണ്ടിട്ടുണ്ട്, ഹിഡൻ ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ആ ക്യാരക്ടർ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് കുറെ തപ്പി ഇതെനിക്ക് എവിടെ നിന്നാ കിട്ടണേന്ന് അറിയില്ലല്ലോ. പിന്നെ നോക്കി നോക്കിയപ്പോ അതേ സെയിം പൗച്ച്. അപ്പൊ തന്നെ മേടിച്ചു. ഏത് വയലിന്നാ പിടിച്ച തവളെ? പാലായിലുള്ള ഒരു വയലിന്നാ പിടിച്ചല്ലേ? പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. ആ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കല്യാണമായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ആഘോഷമായിരുന്നു തോന്നുന്നു. അതിനകത്ത് എന്താണ് കൂടെ പോയി എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്തായിരുന്നോ? കൂടെ പോയി പർച്ചേസ് ഒക്കെ ഐശ്വര്യയുടെ കൂടെ വേറെ ആരൊക്കെ പോയായിരുന്നല്ലോ? തലേന്ന് ഭയങ്കര ശ്രീവിദ്യയൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ ഇവിടുന്ന് ഷൂട്ടിലായിരുന്നു. ഞാനും ചിലങ്ക ചേച്ചി ഇവിടെ ഷൂട്ടിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി പോയി വെളുപ്പിനെ തന്നെ ചേച്ചി എറണാകുളത്ത് നിന്ന് വന്നു, ഞാൻ പാലായിൽ നിന്ന് വന്നു. അങ്ങനെയായിരുന്നു തലേന്ന്. ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐശ്വര്യന്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ചാടി. കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു മാൻവി കഴിക്കുമ്പോ ഈ 5 വിരൽ കൂടാതെ 1 വിരലും 2 വിരലൂടെ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നക്കുന്നേന്ന് പറയും. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ നക്കൂല. സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സദ്യയായിരുന്നു. ഈ മാൻവിയുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന പറഞ്ഞാൽ എതിരെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെതിരാ. പക്ഷെ ഞാൻ തടുക്കാൻ നോക്കും, ശ്രമിക്കും അല്ലേ? ഞാനും തടുക്കാൻ ശ്രമിക്കും. ഞാൻ ഒന്നും പറയാറില്ലല്ലോ. ഇല്ല. നമ്മുടെ ചാനലിന്റെ പേര് മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ എന്നാണ്. മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ. അതാ കണ്ടെന്ന് കാണിച്ചേ. എങ്ങനെ നമ്മള് മിനി സ്ക്രീനിലുള്ള ആൾക്കാരെയാണ് ഇപ്പൊ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മള് മുന്നേ കുറെ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് അറിയാത്ത പോകുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോ ആണ്. അപ്പൊ മാൻവി എന്റെ കൂടെ ഒരിക്കൽ കൂടി വന്നിരുന്നത് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും ഷോ ഇല്ല. ഞാൻ കൂളായല്ലോ. ഇനി അപ്പൊ പറയൂ ഇനി വിശേഷങ്ങൾ പറയും. ഇനി വരാൻ പോകുന്ന ഭാവിയിൽ തീരാൻ പോകുന്ന വിചാരിച്ചോ? 10 മിനിറ്റ് എന്തോന്നടേ ഇത്? 10 മിനിറ്റ് എവിടെ ആയി? എന്താ ഇനി വിശേഷങ്ങൾ പറയൂ. വിശേഷം ഈ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു സീരിയലൂടെ ചെയ്യുന്നു, മഴവിൽ മനോരമയിൽ കഥാനായിക എന്ന് പറഞ്ഞു. ഈ 2 സീരിയൽ ചെയ്തു. അത് സ്റ്റാർട്ടിംഗ് ആണോ? അത് തുടങ്ങിയതേ ഉള്ളൂ? അത് കുറച്ചായതേ തുടങ്ങിയിട്ട്. കുറച്ച് എപ്പിസോഡ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അതിലെ കഥാപാത്രത്തിന്റെ പേരോട് ചോദിക്കാം. അതിലെ പേര് അമല. വിവാഹിതയാണോ അതിനകത്ത്? ഹസ്ബൻഡിന്റെ പേര് വൈശാഖ്. എന്താണ്? വൈശാഖ്. ആ ലൊക്കേഷനിൽ പോകുമ്പോ ചോദിക്കണം. അത് ഇല്ലേ കൺട്രോളർ വിളിച്ച് ചോദിക്കണം. നിന്നോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് കാണാതല്ലേ എഴുതേണ്ടത്.
അല്ലാതെ കോപ്പി അടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. ഇന്നലെ കുറച്ച് മുമ്പ് 5 മിനിറ്റ് മുമ്പ് വരെ ആ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് അതെനിക്ക് മനസ്സിൽ ദാവീദ് എന്നുള്ള പേര് നിൽക്കുക. അപ്പൊ എനിക്ക് മറ്റേത് വരുന്നില്ല. അപ്പൊ ഈ ഡയലോഗ് പറഞ്ഞ ദാവീദ് വിളിക്കപ്പെട്ടത് ഇല്ല. അപ്പൊ ദാവീദ് അല്ലല്ലോ മുമ്പിലുള്ളത്. അങ്ങനെ ഇപ്പൊ ദാവീദ് ഏട്ടനാണല്ലോ. എത്ര അടി കിട്ടിയിട്ടുണ്ട് എന്തിനാ സ്റ്റാർ മാജിക്കിന്? അതൊന്നും അങ്ങനെ എണ്ണാൻ പറ്റുന്നില്ല. പറ്റത്തില്ല. ഈ അടി കിട്ടുമ്പോൾ നോവാറുണ്ടോ? ഇല്ല, അധികം അങ്ങനെ നോവാറില്ല. പിന്നെ എന്താ അതെന്റെ അച്ഛൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആക്ഷൻ കാണിക്കുന്നതിനാണ് അതിന്റെ അച്ഛൻ പിന്നെ കറങ്ങില്ല മാൻവി അവിടെ കാണിക്കുന്നത്. ആക്ഷനാ? എനിക്ക് അതിന് അങ്ങനെ ചെയ്ത ഓസ്കാർ കിട്ടും. എന്താ ഓസ്കാർ? ഓസ്കാർ അടികേറ്റും. ഞാൻ പറയുന്നില്ല, ഓശാരം. ഓം നമ ശിവായ. വേറൊരു കാര്യമുണ്ട്, ഭയങ്കര തമാശ. എനിക്ക് മാൻവിയായിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു എനർജിയാണ്. മാൻവി, അനു ഇവരൊക്കെ ആയിട്ടിരിക്കുന്ന പ്രത്യേക എനർജിയാണ് ഇന്റർവ്യൂ എടുക്കാൻ സമയത്ത്. കാര്യം വെച്ചാൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് തോന്നുമോ? ഒരു ചേട്ടനും അനിയത്തിയും കൂടെ അടികൂടുന്നല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അനിയത്തിയല്ലേ? അന്നും പക്ഷെ ഞാൻ ഹസ്ബൻഡാന്നാ പറഞ്ഞത്. അന്ന് ഞാൻ സമ്മതിച്ചില്ല, അന്ന് ഞാൻ അനിയത്തി ആക്കിയതാ നിന്നെ. കരിങ്കല്ല് വെച്ച് തലക്കടിച്ച് ചാകും. എന്നെ അത്രയ്ക്ക് ബോറാണ്. തന്നെ. കണ്ടിന്യൂ. താങ്ക് യു സോ മച്ച്. ഓം നമ ശിവായ. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. കോപ്പി അടിക്കുന്നില്ല. കൂടെ എല്ലായിടത്തും എപ്പോഴും ആന്റി കൂടെ ഉണ്ട്. അമ്മ അല്ലേ? അമ്മ എപ്പോഴും കൂടെ എല്ലായിടത്തും വരാറുണ്ട്. കാര്യം നമ്മളിപ്പം എവിടെ കണ്ടാലും എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ തൊട്ട് ഇപ്പൊ എത്ര വർഷം നമ്മൾ അന്ന് വന്നപ്പോഴാണ് കാണുന്നത് ആദ്യം. അത് എത്ര വർഷം? ഇപ്പം 2 വർഷം 3 വർഷം തോന്നുന്നല്ലേ? ഹിറ്റ്ലർ തീർന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു 2-3 വർഷമായി നമ്മൾ കണ്ടിട്ട്. ഹിറ്റ്ലറിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിലാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആ സമയത്ത് ആ ഇന്റർവ്യൂ എടുത്തപ്പോഴൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ആ ഇന്റർവ്യൂ പോയി. പക്ഷെ അതിനകത്തുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സീരിയലിനകത്ത് കുറെ ആൾക്കാർ നമ്മെ വിട്ട് പിരിഞ്ഞ കുറെ വർഷമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളല്ലേ. അതിനകത്ത് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരാളാണ് സൂചേട്ടൻ അല്ലേ? സൂചേട്ടന്റെ പെർഫ്യൂം വെച്ചിട്ട് ലക്ഷ്മി ഇപ്പൊ ഒരു, അതായത് സൂചേട്ടന്റെ ബോഡിയുടെ സ്മെല്ല് വെച്ചിട്ട് പെർഫ്യൂം ചെയ്തു. അത് എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞു ആ വീഡിയോ ഇറങ്ങിയ പിറ്റേന്ന് പോയി പുതിയ താറെടുത്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ ലക്ഷ്മിയെ വിളിച്ചിരുന്നു, ഇങ്ങനെ കമന്റ് അയച്ചു കൊടുത്തു. ലക്ഷ്മി പറഞ്ഞു പറഞ്ഞമാരെല്ലാം പൊട്ടന്മാരാ, വീഡിയോ ഇറക്കിയ പിറ്റേന്ന് തന്നെ താറെടുക്കാൻ പറ്റുമെന്നുള്ളത്. എന്ത് ഫീലായിരുന്നു അന്ന്? ആ സൂചേട്ടന്റെ മരണം എവിടെ വെച്ചാണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് ആക്സിഡന്റ് പറ്റി അന്ന് തന്നെ രാവിലെ എന്നെ വിളിച്ചിരുന്നു. ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചു. പക്ഷെ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞപ്പോ തന്നെ ആക്സിഡന്റ് ആയി. നമ്മുടെ ഫ്ലവേഴ്സിന് ഷൂട്ട് കഴിഞ്ഞ് പോയ വണ്ടിയാണ്, പെട്ടെന്ന് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര, അതായത് നമ്മള് വെളുപ്പിനെ എന്താണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പിന്നെ അങ്ങോട്ട് ഉറക്കം കിട്ടിയതില്ല. പിന്നെ ഇങ്ങനെ എന്തായി ചോദിച്ചോണ്ടിരുന്നു. അതിന് ലാസ്റ്റ് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. രാവിലെ തന്നെ അറിഞ്ഞു മരിച്ചു എന്ന്. കാരണം കിട്ടാൻ പാടാണെന്നുള്ള രീതിയിൽ അറിഞ്ഞായിരുന്നു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും, ഞാനിപ്പം ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും എപ്പോഴും സ്റ്റാർ മാജിക് പോകും. അങ്ങനെ കണ്ടിന്യൂസ് പോകുന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് പോയാലും എന്നെ ഉണ്ട് മക്കളെ വിശേഷം, അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ അമ്മയെ കണ്ടില്ലേ പോലും അമ്മയെ തപ്പി റൂമിൽ വരിക, അങ്ങനെ മിണ്ട്, അങ്ങനെ നല്ലൊരു കണക്ഷൻ. ഇപ്പൊ രേണു ചേച്ചിയായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഭയങ്കര ഒരു നല്ല ബോണ്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു വിട്ടുപോകൽ എല്ലാവർക്കും ഒരു വേദന തന്നെയായിരുന്നു അല്ലേ? കാര്യം എനിക്ക് തോന്നുന്നു സിനിമയും സീരിയലും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി ലെവൽ കൊണ്ട് ഒന്നും ഉണ്ടാക്കാത്ത ഒരാളാണല്ലേ. വീടോ കാര്യങ്ങളൊന്നും അദ്ദേഹം ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു നല്ലൊരു കുടുംബം ആ ഒരു കുടുംബമുണ്ട്. പക്ഷെ നിങ്ങളുടെ വേദനകൾ ഏറ്റവും കൂടുതൽ എനിക്ക് ലക്ഷ്മിയാണെന്ന് ഏറ്റവും കൂടുതൽ. ചേച്ചി എന്നും ഉണ്ടല്ലോ ഷോയിൽ. അപ്പൊ ചേച്ചി എന്നും കാണുന്നുണ്ട്. നമ്മളിൽ ഒരാളായിട്ട് എപ്പോഴും കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് പോകുമ്പോ നമുക്കത് ഇങ്ങോട്ട്. പെർഫ്യൂം സ്മെല്ല് നോക്കിയായിരുന്നു, കണ്ടായിരുന്നു അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും? വിളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി? ഇത് ഇങ്ങനെ ഇല്ല, ഞാൻ ബ്ലോഗ് കണ്ടതേ ഉള്ളൂ. ചോദിക്കണ്ടായിരുന്നു വിളിച്ച് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കണ്ടായിരുന്നു. എന്ത് ചോദിക്കും? വിശേഷങ്ങൾ ചോദിക്കണ്ടേ? അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെയല്ലേ ഒരു ത്രില്ലായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കത് കറക്റ്റ് എന്തോ ലക്ഷ്മിയായിട്ട് ഉടക്കുണ്ടെന്ന് തോന്നുന്നല്ലോ. ചിന്നുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചിന്നുവിനെ വിളിച്ച് ചോദിക്കും ഉടക്കുണ്ടോ ചോദിച്ചോളൂ. ഉടക്കുണ്ടോ? എനിക്ക് അവിടെ ആരുമായിട്ട് ഉടക്കില്ല. ഞാൻ എല്ലാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്. അത് ഉടക്കാൻ കുറച്ചെങ്കിലും എന്താ പറഞ്ഞ, കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർക്ക് ഉടക്കാൻ പറ്റുള്ളൂ. ഓം നമ ശിവായ. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാ. ഇപ്പൊ ഫീൽഡ് കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഡെയിലി കോണ്ടാക്ട് ഒന്നും ഇല്ല, ആരുമായിട്ടും ഇല്ല. പക്ഷെ എന്നാലും ഒരു ആവശ്യം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹായ് അയച്ചാൽ അപ്പൊ റിപ്ലൈ ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഭാവിയിലുള്ള വുഡ് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അതേ ചോദിച്ചോളൂ, ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്. കല്യാണം ഉടനെ ഉണ്ടോന്നും ചോദിക്കില്ല, അതൊക്കെ എല്ലാരും ചോദിക്കുന്നു. അതുകൊണ്ട് ചോദിക്കരുത്. കല്യാണം എപ്പോഴാ ആകുമ്പോ പറയാം. അറിയിക്കോ? അറിയിക്കാം. അതിനർത്ഥം എനിക്ക് മനസ്സിലായി.
എന്തായാലും ഇനിയിപ്പോ അടുത്ത എന്താണ് ജോലി അന്ന് എന്നോട് പറഞ്ഞു ജോലി ജോലി. ഉറപ്പായിട്ടും വേണമെന്നുള്ളത് പറഞ്ഞായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ ജോലി? അങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഹിറ്റ്ലർ തീർന്ന ഉടനെയാണ് ഞാൻ ഇതിലേക്ക് ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്തു. ഇവിടെ പിന്നെ ആ ഒരു വൈബിൽ ഞാൻ അങ്ങനെ സെറ്റ് ആയി അങ്ങനെ ഒരു ഫ്ലോയിലൊക്കെ പൊക്കോണ്ടിരിക്കുന്നു. നിനക്കൊട്ട് പിടിക്കുന്നില്ല അല്ലയോടാ? അതാണ് അടുത്ത ചോദിക്കേണ്ടത്. അതെ, ആ ചോദിക്കേ വൈബൊട്ടും പിടിക്കുന്നില്ലല്ലേ? എങ്ങനെ വൈബൊട്ടും പിടിക്കുന്നില്ല. വൈബല്ല, അങ്ങനല്ല, നിനക്കൊട്ട് പിടിക്കുന്നില്ല എന്നാ ചോദിക്കണ്ട, അതല്ല ചോദിക്കണ്ട. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് തമ്മിൽ ഇടണം. നിനക്കൊട്ടും പിടിക്കുന്നില്ലല്ലേ എന്ന് മാന്യ ചോദിച്ചു. ആങ്കറിനോട് ചോദിച്ചു. ഇത് ഞാൻ പഠിച്ചു. ഇതിപ്പോ തമ്പ് നിങ്ങൾ വീട്ടിലെ 2 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ചു. തമ്പ് വരാൻ പോകുന്നത് എന്താണെന്നറിയാവോ? തമ്പ് വരാൻ പോകുന്ന ആങ്കറിന്റെ കിളി വർദ്ധിക്കൊണ്ട് മന്ദബുദ്ധിയായിട്ടുള്ള മാൻവി. തമ്പ് അങ്ങനെ മതി. ഞാൻ ആ വ്ളോഗ് റിപ്പോർട്ട് ചെയ്യും. ഏതാ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും സജഷൻ ചെയ്യും. അതൊന്നും കാര്യമില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ ഇടും വഴക്കല്ലേ ഇത്? ആ, മനസ്സിലായില്ലേ? okay guys. എത്ര വഴക്കപ്പോ കഴിച്ചപ്പോ? എത്ര വഴക്കപ്പോ? ദൈവം ഇത് ട്രോളല്ലേ ഈ മാൻവീടത്തൊന്നും ചോദിക്കാൻ ചോദിച്ചു വാഴയ്ക്കപ്പോ ഒരെണ്ണാണ് കഴിച്ചത്. പറയത്തുള്ളൂ. അത് സമാധാനത്തോടെ കഴിക്കാൻ ഇങ്ങനെ സമ്മതിച്ചില്ല. കഴിച്ചോണ്ടിരുന്നപ്പോ വാന്ന് പറഞ്ഞില്ല ഇന്റർവ്യൂവിന്. ഇനി എടുത്തു കൊടുത്തേട്ടോ, അതിനെടുത്തേട്ടോ. അതെനിക്ക് വേണ്ട. ആ വാഴക്കാപ്പം കഴിച്ചാൽ മതി. ഞാൻ നല്ല മുരിഞ്ഞ് വാഴക്കാപ്പം കഴിച്ചു. അതിപ്പോ തണുത്ത് മരവിച്ച് രതീഷായി. അതെനിക്ക് വേണ്ട. ഓക്കെ, വളരെ സന്തോഷമുണ്ട് മോളെ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ചൂട് പോകാനായിട്ട് ധൃതി ഇങ്ങനെ ഇരിക്കുക. 10 മിനിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നോക്കിയത് 1/2 മണിക്കൂർ. പ്രേക്ഷകരോട് എന്താ പറയാ? അത് പറ. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും നന്ദി. പിന്നെന്താ, ഇപ്പൊ ഓരോ ക്യാരക്ടറും ഓരോ സീരിയലിനും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പം ഓരോ ക്യാരക്ടറിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്നേഹം തരുന്നുണ്ട്. ഇപ്പൊ മെസ്സേജ് ത്രൂ ആണെങ്കിലും ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർ മാജിക്കിന്ന് ഞാൻ 1 വർഷം ഇപ്പൊ ഇല്ല, ആക്റ്റീവ് അല്ല എങ്കിൽ പോലും എനിക്ക് സ്റ്റാർ മാജിക്കിന്റെ ഫാൻസിന് മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്. അവരുടെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ആ ഷോയിൽ അല്ലെങ്കിൽ പോലും ആ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വളരെ സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷം മാൻവി കാണാൻ സാധിച്ചു. നന്നായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ടിരിക്കുക. നല്ല ജോലി കിട്ടട്ടെ. 2024 തീരുന്നതിന് മുമ്പ് നല്ല ജോലി കിട്ടട്ടെ ഈ വർഷം. ഇനിയുണ്ട് 5 മാസം, 4-5 മാസം ഉണ്ട് ജോലി കിട്ടട്ടെ. അപ്പൊ എന്നെ വിളിച്ചു പറയൂ. ജോലി കിട്ടിയാ വിളിച്ചോ. അപ്പൊ നമുക്ക് അന്നേരം ഇന്റർവ്യൂ എടുക്കണം. നല്ല അടിപൊളി ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടോ. പിന്നല്ലാതെ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞു ശിവായ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു കേട്ടോ.